നമസ്കാരം, ഞാൻ ജോയ്സ് മേലേട്ടാണ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പോസ്റ്റ് പ്രൊഡക്ഷനെ കുറിച്ച് ഏകദേശം ഒരു രൂപം തന്നിരുന്നു. അത് കംപ്ലീറ്റ് അല്ല അത്. എന്നാൽ ഈ പ്രാവശ്യം ഈ എപ്പിസോഡിൽ ഞാൻ പറയാൻ പോകുന്ന ഒരു സീരിയലായിക്കോട്ടെ സിനിമ ആയിക്കോട്ടെ പ്രീ ഷൂട്ട് എന്ന് പറയാം, അല്ലെങ്കിൽ പ്രീ പ്രൊഡക്ഷൻ. അതായത് ഇത് ഷൂട്ടിങ്ങിന് മുമ്പുള്ള ഒരു സിനിമയുടെയോ സീരിയലിൻ്റെയൊക്കെ അവസ്ഥകളെക്കുറിച്ചാണ് പറയുന്നത്. അപ്പം ആദ്യം ഇന്നത്തെ കാലത്ത് പലരും സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ചെയ്ത്, എനിക്കറിയാം ഒരു 500 പേരെങ്കിലും ഈ കേരളത്തിൽ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ചെയ്തേച്ച് പലയിടത്തും ആർട്ടിസ്റ്റിനെ കാണിക്കാനും കോൾ ഷീറ്റ് വാങ്ങിയിട്ട് പ്രൊഡ്യൂസറെ കാണാമെന്നും പറഞ്ഞ് പ്രൊഡ്യൂസറെ കണ്ടിട്ട് അറിയിക്കുക. അതല്ല ആദ്യം ചെയ്യേണ്ടത്. ആദ്യം നമ്മുടെ മനസ്സിലൊരു കഥ വൺലൈൻ രൂപപ്പെടുത്തി കഴിഞ്ഞാൽ ഈ വൺലൈൻ എന്ന് പറഞ്ഞാൽ ഒരു കഥയുടെ രൂപം അതാണ് പറഞ്ഞു കേൾപ്പിക്കേണ്ടത്. കാരണം ഒരു കാരണവശാലും ഇപ്പം ശ്രീനിവാസൻ സാറോ മറ്റു പ്രശസ്തരായവരൊന്നും എഴുതുന്ന പോലെ നമ്മളെ സ്ക്രിപ്റ്റ് അംഗീകരിക്കപ്പെടില്ല. അവരുടെ സ്ക്രിപ്റ്റിലൊന്നും തിരുത്താനും പറ്റില്ല. അപ്പം പുതിയതായിട്ട് വരുന്നവരെ സംബന്ധിച്ച് അവരുടെ കഥയിൽ അവർ തിരുത്ത് പറയും. അത് പ്രൊഡ്യൂസർ പറയും, ഡയറക്ടർ പറയും, വേറൊരാളെ ഡയറക്റ്റ് ചെയ്യുന്നെങ്കിൽ. അപ്പം ആർട്ടിസ്റ്റ് പറയും. ആ തിരുത്തലുകൾ വരുത്തണമെങ്കിൽ നമ്മളെ കഥ രൂപപ്പെടുത്തി അതിൻ്റെ ഒരു കഥയ്ക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ പൊതുവെ പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരു 5 ഇടത്ത് ചിരിക്കാനൊരു സിനിമയെ കാണാം. 5 ഇടത്ത് മതി. അത് കംപ്ലീറ്റ് കോമഡി ഒന്നും പറയാൻ പറ്റില്ല. 5 ഇടത്ത് 3 ഇടത്ത് ചിരിച്ചാൽ മതി പ്രേക്ഷകരെ. പിന്നെ ഒരു 3 ട്വിസ്റ്റ് സീക്വൻസുകൾ മാറുന്ന ഒരു 3 ഇടത്ത് മാറുക, നല്ല ക്ലൈമാക്സ്, ഒരു 2 നല്ല സോങ്, ഒരു നല്ല സ്റ്റണ്ട്, ഇതൊക്കെയാണ് ഒരു സിനിമയുടെ. പക്ഷേ ഇതെല്ലാം ഇല്ലെങ്കിലും ഒരു സിനിമ വിജയിക്കും. ഈ സ്റ്റണ്ടും ഒന്നും ഇല്ലെങ്കിൽ തന്നെ വിജയിക്കും. ഇത് പാട്ടില്ലെങ്കിലും വിജയിക്കുന്ന പടങ്ങളുണ്ട്. അപ്പം നമ്മൾ ഒരു കഥ രൂപപ്പെടുത്തുക, അത് വൺലൈൻ ഉണ്ടാക്കുക. ഈ വൺലൈൻ എന്ന് പറഞ്ഞാൽ ഒരു മാക്സിമം ഒരു 8 പേജ് മതി. അത് ഇതും കൊണ്ട് ചെന്നേച്ചാണ് നമ്മൾ ഒരു 65, അത് ലെങ്ത് അനുസരിച്ചിരിക്കും. അത് നമ്മളൊരു 4 പേപ്പറാണ് ഒരു സീനെങ്കിൽ നമുക്കത് ഒരു ലെങ്തുള്ള സീനുകളാണെന്ന് വെക്കാം. പിന്നെ അത് അതിൻ്റെ ടോട്ടാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം സ്പീഡ് ചെയ്ത് പോകുന്ന ഷോട്ടുകൾ ഉപയോഗിക്കുന്ന ഡയറക്ടേഴ്സൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ സ്ലോവിൽ പറയുന്ന കഥ പറഞ്ഞു പോകുന്ന ഡയറക്ടേഴ്സുണ്ട്. കുടുംബ പശ്ചാത്തലമൊക്കെയാണ് അങ്ങനെ പറയുന്നത്. അപ്പം അതിനനുസരിച്ച് പേജിൻ്റെ ഇതല്ല നോക്കണ്ടേ. അതിൻ്റെ നമ്മളൊരു സ്ക്രിപ്റ്റ് ഇപ്പോൾ ഒരു ഏകദേശം ഒരു നമ്മളൊരു നോർമലി വായിച്ച് തീരുന്ന ലെങ്താണ് അതിൻ്റെ ഡ്യൂറേഷൻ. സിനിമ ഷൂട്ട് ചെയ്തും വരുമെന്നാണ് ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചാണ്. നമ്മളിപ്പോൾ ഒരു 2 മണിക്കൂർ ഒരു കഥ വായിക്കാൻ എടുത്തിട്ടുണ്ടെങ്കിൽ 2.5 മണിക്കൂർ അത് വരും. ചിലപ്പോൾ അത് 1.25, അത്രയൊക്കെ വ്യത്യാസം വരുള്ളൂ. ചിലപ്പോൾ ഒരു പേജിൽ തന്നെ ഒരു പേജ് എന്നുള്ള ഒരു സ്ക്രിപ്റ്റ് ചിലപ്പോൾ അത് 5 മിനിറ്റ് കാണണമെന്നിരിക്കും. ഒരു പേജേ കാണുള്ളൂ. പക്ഷേ നമുക്കപ്പോൾ ടോട്ടലി ഡയലോഗ് വെച്ചാണ് നമ്മളിത് കണക്കാക്കുന്നത്. അപ്പോൾ ഒരു 65 സീനൊക്കെ എന്ന് പറഞ്ഞാൽ നല്ലൊരു സിനിമയുടെ ഇതാണ്. 100 സീനുള്ളതുകൊണ്ട് അത് അങ്ങനെയാണ്. പണ്ടൊക്കെ 1:3 എന്നും പറഞ്ഞൊക്കെ ഫിലിം ആയിരുന്നു എടുക്കിരുന്നത്. 1:3, അതായത് എത്ര വേണോ ഫിലിം അതിൻ്റെ 3 ഇരട്ടിയായിരുന്നു. ഇന്ന് ഫിലിമും അങ്ങനെയൊന്നുമില്ല. എല്ലാം രാത്രി വന്ന് കോപ്പി ചെയ്തേച്ച് ഹാർഡ് ഡിസ്കിലേക്ക് കോപ്പി ചെയ്തേച്ച് അത് മൊത്തം ഡിലീറ്റ് ചെയ്ത് പിറ്റേ ദിവസം ഷൂട്ട് ചെയ്യാം. ഇന്ന് അങ്ങനെയുള്ള കോസ്റ്റൊന്നും ആകുന്നില്ല. പണ്ട് ഫിലിമിന് ലക്ഷങ്ങളാകുമായിരുന്നു. പ്രീ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ആദ്യം സ്ക്രിപ്റ്റ് എഴുതി ഇതുകൊണ്ട് കാണിച്ച് പ്രൊഡ്യൂസറുമായിട്ട് സംസാരിച്ച് ഇതിനകത്ത് എല്ലാത്തിനകത്തും പണമാണ് ഏറ്റവും മുഖ്യം എന്നൊരു ഓർമ്മ വേണം. പണമില്ലാതെ ചെയ്യാം, കുറച്ച് പണം മുടക്കി, ആർഭാടമൊന്നും ഇല്ലാതെ ആണെങ്കിൽ. അപ്പം പണം എല്ലാത്തിനും പ്രൊഡ്യൂസറാണല്ലോ വേണ്ടത്. അപ്പോൾ നമ്മൾ ഈ സ്ക്രിപ്റ്റ് കൊണ്ട് എന്നിട്ട് അവർ ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അത് ഇതാക്കുക, വൺലൈനാക്കുക. അതിൻ്റെ ഓരോ സീനിൽ എന്താണ് ഉൾപ്പെടുത്തേണ്ടതെന്ന്, എന്നിട്ട് അത് സീൻസ് ആക്കുക. അങ്ങനെ അതിന് ശേഷമാണ് സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആയിട്ട്. പലരും സ്ക്രിപ്റ്റ് പോലും ഇല്ലാതെ കഥ മാത്രമായിട്ട് പോകും. എന്നിട്ട് ഷൂട്ടിംഗ് സെറ്റ് ചെന്ന് അപ്പുറത്ത് സ്ക്രിപ്റ്റ് ഇരിപ്പുണ്ടെന്ന് പറയും. അങ്ങനെയൊക്കെ ഒത്തിരി കോടികൾ പോകുന്നുണ്ട്. അതുപോലെ പോകാതിരിക്കണമെങ്കിൽ കംപ്ലീറ്റ് ആയ സ്ക്രിപ്റ്റിൽ തിരുത്ത് വരെ വരുത്താൻ എളുപ്പമാണ്. ഒരു സ്ക്രിപ്റ്റിൻ്റെ ഒരു പേജ് പോലും ഇല്ലാതെ ഷൂട്ടിങ് തുടങ്ങി. കാരണം അവരുടെ പ്രൊഡ്യൂസറുണ്ട്. ഈ പ്രൊഡ്യൂസർ പലരും ഇതിൻ്റെ ഒരു മോഹവലയത്തിൽപ്പെട്ട് വരുന്നവരാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ കൊല്ലങ്ങാണ്ട് 180 പടം ഫെയില്യൂറായിരുന്നു. അതിൻ്റെ കാരണം ഇതാണ്. പ്രൊഡ്യൂസറെ ഉണ്ടാക്കാനാണ് ആദ്യം ശ്രമിക്കുന്നത്. ആരും സ്ക്രിപ്റ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കാറില്ല. ഒരു നല്ല കഥ കണ്ടുപിടിക്കാൻ ശ്രമിക്കാറില്ല. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റോറിക്ക് പോലും ബേസ് ഇല്ലാത്തൊരവസ്ഥയാണ്. കാരണം ട്രീറ്റ് ചെയ്യുന്ന ഡയറക്ടറുടെയും ക്യാമറാമാൻ്റെയും ഒക്കെ കഴിവായിട്ട് മാറിയേക്കാണ്. ആ സ്ക്രിപ്റ്റ് എഴുതുന്നതിൻ്റെയൊക്കെ കഴിവായിട്ട് മാത്രം മാറിയേക്കാണ് ഇപ്പോൾ സിനിമ. ആർട്ടിസ്റ്റിന് വലിയ ആളുകൾ പോലും വേണ്ടാത്ത അവസ്ഥ. ഒരു പുതുമുഖത്തെ വെച്ചാലും ഇപ്പം ജനം അക്സെപ്റ്റ് ചെയ്യും. പണ്ടൊക്കെ ഒരു സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ അതിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ഇവിടെ നിന്ന് നടന്നു പോയി ആ വീട്ടിൽ കയറുന്നതിൻ്റെ വഴി വരെ കാണിക്കണം.
ഇവിടുന്ന് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി ആ വീട്ടിൽ പോകുന്നതിൻ്റെ ഇടഭാഗങ്ങൾ കാണിക്കണം, എന്നിട്ട് ആ വീട്ടിൽ കയറാം. ഇപ്പം അങ്ങനെയൊന്നുമല്ല, ഇവിടുന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് അടുത്ത വീട്ടിലെ സംഭാഷണത്തിൽ തുടങ്ങാം. അത് സ്ക്രിപ്റ്റിലൊക്കെ ഹാഫ് ഓപ്പണിംഗ് എന്നൊക്കെ പറയും. ആ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് പ്രൊഡ്യൂസർ കാണിച്ച് പിന്നെ അതിൻ്റെ ചാർട്ടിംഗ് എന്നും പറഞ്ഞൊരു വേണം. പ്രീ പ്രൊഡക്ഷനാണ്, പ്രീ ഷൂട്ടാണ് ചാർട്ടിങ്. അതായത് ആർട്ടിസ്റ്റ് കാസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് മെയിൻ ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റ് നമുക്ക് കിട്ടിയേക്കുന്ന ഡേറ്റ് വെച്ചാണ് ശരിക്കും പറഞ്ഞാൽ ഈ ചാർട്ട് ഇടേണ്ടത്. കാരണം ഒരു 5 ദിവസമായിരിക്കും ആദ്യം ഒരു ആർട്ടിസ്റ്റ് വന്നേക്കുന്നത്. അപ്പം സുരാജ് ഞാനൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്, ചെക്ക് പോകയിലൊക്കെ. സുരാജിൻ്റെ ഡേറ്റ് 5 ദിവസമായിരിക്കും കിട്ടിയേക്കുന്നത്, അതിൻ്റെ ഇത്ര തുക വെച്ചായിരിക്കും. അപ്പോൾ സുരാജ് വന്ന് അഭിനയിക്കുമ്പം 5 ദിവസം വെച്ച് വേണം നായകനുമായിട്ടുള്ള കോമ്പിനേഷൻ എല്ലാം പ്ലാൻ ചെയ്യാൻ. അപ്പോൾ എല്ലാവരുടെയും ഡേറ്റ് ആദ്യം ഫിക്സ് ചെയ്ത് വെച്ച് അവരുടെ ഡേറ്റ് വാങ്ങിയ ശേഷം അത് വെച്ചാണ് മെയിൻ. പിന്നെ ആർട്ട് പ്രോപ്പർട്ടിയൊക്കെ നമുക്കല്ലാതെ തന്നെ അന്ന് വേണ്ട ആർട്ട് പ്രോപ്പർട്ടി ലിസ്റ്റുകൾ അത് ഓരോ ദിവസം വേണ്ടത് ആർട്ട് ഡയറക്ടർക്ക് കൊടുക്കുക. അതൊക്കെ അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സിൻ്റെ അസോസിയേറ്റും ചെയ്യേണ്ട ജോലികളാണ്. അത് ചീഫ് അസോസിയേറ്റ് ഉണ്ട്, അതിന് അസിസ്റ്റൻസ് ഉണ്ട്. മെയിനായിട്ട് ഈ പ്രീ പ്രൊഡക്ഷൻ സമയത്ത് ഇവരൊക്കെയാണ് ഡയറക്ഷൻ വിങ്ങുമാണ് ആദ്യം വേണ്ടത്. അപ്പോഴത്തേനും അതേ സമയങ്ങളിൽ ഡയറക്ടർ ക്യാമറമാനുമായിട്ട് പണ്ടത്തെ കാലത്ത് അങ്ങനെ വലിയ ഡിസ്കഷനൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ ഡിസ്കസ് ചെയ്യും, ഇവർ കഥ ഡിസ്കസ് ചെയ്യുക. അപ്പം ഇന്ന് അന്ന് ക്യാമറാമാൻ എന്നായിരുന്നു പറയുന്നത്, ഇന്ന് DOP എന്നാണ് പറയുന്നത്. DOP എന്ന് പറഞ്ഞാൽ ഡയറക്ഷൻ ഓഫ് ഫോട്ടോഗ്രാഫി. അതായത് അയാൾ ശരിക്കും ഒരു ഡയറക്ടർ പറയുന്നിടത്ത് ക്യാമറ വെക്കാൻ നിൽക്കുന്ന ആളുകളെ ഇന്ന് കിട്ടാൻ പാടാണ്. ഇപ്പം ആ ലൈറ്റ് വെച്ച് അവിടെ ഒരു ഷോട്ട് എടുക്കുക, ഒരു ട്രോളി ഷോട്ട്, ക്രെയിൻ ഷോട്ട്, പാനിങ്, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നൊരു ഡയറക്ടർക്ക് ആ ഒരു സെൻറ്റിമെൻറ്റ് സീനാണെങ്കിൽ ആ സെൻറ്റിമെൻറ്റ് സീനിൻ്റെ പഞ്ച് എന്താണെന്ന് ഇന്ന് ക്യാമറമാൻ അറിയാം. അപ്പോൾ അതിൻ്റെ ഒരു മൂവ്മെൻ്റ് ഉണ്ട്. അതൊക്കെ വെച്ച് അപ്പോൾ ക്യാമറമാനോട് പ്രീ പ്രൊഡക്ഷനിൽ കഥകൾ പറയും, അതിൻ്റെ സ്ക്രിപ്റ്റ് വായിച്ച് കേൾപ്പിക്കും. അത് കേൾക്കാത്ത ക്യാമറമാന്മാർ ഒത്തിരി പേരുണ്ട്, പക്ഷേ അവരുടെ പടങ്ങൾക്ക് അതിൻ്റെ റിസൾട്ടും ഉണ്ട്, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം അത് കേട്ട് പിന്നെ ആർട്ട് ഡയറക്ടറെ വിളിച്ച് അതിൻ്റെ സിറ്റുവേഷൻസ് പറയും. ആർട്ട് ഡയറക്ടർ ഷൂട്ടിന് മുമ്പേ മിക്കവാറും കണ്ടിട്ടുള്ള 1 മാസം 2 മാസം മുമ്പൊക്കെ പോയി സെറ്റ് തയ്യാറാക്കും. അത് ആർട്ട് ഡയറക്ടറിൽ നിന്നും പറഞ്ഞാൽ ആർട്ട് അസിസ്റ്റൻസിനെയൊക്കെ അവർ ദേഹാധ്വാനമാണ്. ആർട്ട് ഡയറക്ടേഴ്സ് ഭയങ്കര സ്ട്രെയിൻ എടുക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർ കൂടെ നിൽക്കും, അവരുടെയാണ് ആ സ്ട്രെയിൻ മൊത്തം. ഞാൻ കുറേ ആർട്ട് ഡയറക്ടേഴ്സിൻ്റെ കൂടെ ബാബാ സാറൊക്കെ ഒത്തിരി 10-100 പടം ചെയ്തതിന് ശേഷമാണ് ഞാൻ ബാബാ സാറിൻ്റെ കൂടെ ഒരു സിനിമയിൽ അദ്ദേഹമായിരുന്നു ആർട്ട് ഡയറക്ടറായിരുന്നേ. പക്ഷേ അവിടെ അസിസ്റ്റൻസി ചെയ്യുന്ന കാണാതെ വന്നപ്പം ഒരു മരം അവിടെ കുഴിച്ചിടണം, അവരോടെല്ലാം മാറാൻ പറഞ്ഞിട്ട് രാത്രി 11 മണിയായി. അദ്ദേഹം ഒറ്റയ്ക്ക് വന്ന് ആ കുഴി കുഴിച്ചത് കുത്തി വെക്കേണ്ട ആ ഒരു സോങ്ങിൻ്റെ ഒരു കട്ടാണ്, അതിന് ആ മരം വെക്കേണ്ട രീതിയിൽ അദ്ദേഹം തന്നെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പുള്ളിക്ക് സത്യത്തിൽ ഈ ഡയറക്ടറേക്കാൾ കൂടുതൽ സിനിമകളെക്കുറിച്ച് അറിയാം. ഇങ്ങനെയൊക്കെ ഉള്ള ഇതൊക്കെ ഉണ്ട്. ആർട്ട് ഡയറക്ടറുമായിട്ടുള്ള ഡിസ്കഷൻ ഉണ്ടാവും, മെയിനായിട്ട് അവരൊക്കെയാണ്. പിന്നെ മ്യൂസിക് ഡയറക്ടറുമായിട്ടുള്ള എല്ലാ ഡിസ്കഷനും. പിന്നെ ശരിക്കും എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ പലരും ഞാൻ 1 കോടി രൂപയൊക്കെ മുടക്കി എനിക്ക് തോന്നുന്നു പൂജ ചെയ്യുന്നവരുണ്ടെന്ന്. പൂജ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇന്നത്തെ തലമുറയ്ക്ക് വലിയ പൂജ അതിൻ്റെ പബ്ലിസിറ്റിയുടെ ഒന്നും ആവശ്യമില്ല. അവർക്ക് നല്ല പടം ഇറങ്ങി അവർ ഓടി വന്ന് കാണും. അതാ ഇന്നത്തെ ഒരു അവസ്ഥ ഞാൻ കാണുന്നത്. ഈ ഒരു ചെറിയൊരു പൂജ ഫംഗ്ഷനൊക്കെ മതി ഇതിന്. ചിലത് ഈ പൂജയൊക്കെ ചെയ്ത് വെച്ച് പൈസ കൊടുക്കാൻ നോക്കുന്നവരും ഉണ്ട് കേട്ടോ. അന്ന് നമ്മൾ നെഗറ്റീവിലേക്ക് പോകണ്ട. അപ്പോൾ പ്രീ പ്രൊഡക്ഷൻ ഇങ്ങനെയൊക്കെയാണ്. പിന്നെ ചാർട്ടിട്ട് വ്യക്തമായ ഇന്ന ദിവസം ഇന്ന ആർട്ട് പ്രോപ്പർട്ടി വേണം, ഇന്ന കോസ്റ്റ്യൂം വേണം, ഇന്ന ദിവസങ്ങളിൽ ഇന്ന ആർട്ടിസ്റ്റുകളുടെ അവൈലബിളായിട്ടുള്ള അതൊക്കെ നമ്മളാണ് പോയി ഡേറ്റ് അനുസരിച്ച് ഡയറക്ടറോട് പറയേണ്ടത്. അത് അസിസ്റ്റൻ്റായിട്ടോ അസോസിയേറ്റായിട്ടോ നിൽക്കുന്നവർ. അതായത് ഈ അസിസ്റ്റൻസിൻ്റെ ഏറ്റവും വലിയ അസോസിയേറ്റിൻ്റെ ഉപകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സെൻസ് ഉള്ളവരായിരിക്കുകയും ചെയ്യും. പക്ഷേ ഒരു സംവിധായകൻ്റെ മനസ്സിനെ ടെൻഷൻ അടിപ്പിക്കാതിരിക്കുക, ശാരീരികമായിട്ട് അയാളെ തളർത്തി അയാൾക്ക് മാനസികവും ശാരീരികമായിട്ട് ഒരു ഡയറക്ടറുടെ സ്ട്രെയിനെ കുറയ്ക്കുക എന്നുള്ളതാണ് ഡയറക്ഷൻ വിങ്ങിൻ്റെ ഉത്തരവാദിത്വം. അതുപോലെ തന്നെയാണ് ക്യാമറാമാൻ്റെ. അപ്പോൾ ഇവരെല്ലാം കൂടി ആലോചിച്ച് ലൊക്കേഷനുകൾ അതിനെക്കുറിച്ച് പിന്നെ പറയാം. ലൊക്കേഷൻ പോയി കാണുക. ലൊക്കേഷൻ അതായത് നമ്മൾ നിസ്സാരമായിട്ട് കരുതുന്ന ലൊക്കേഷൻ പ്രീ പ്ലാനിൽ ചെയ്യേണ്ടതാണ്, പ്രീ ഷൂട്ടിൽ ചെയ്യേണ്ടത്. അതിന് ഭയങ്കര പ്രാധാന്യമുണ്ട്. ഒരു ലൊക്കേഷൻ മാറിയാൽ അത് മൊത്തം ഫാൾട്ടാകും. ഒരു ലൊക്കേഷൻ കിട്ടാതെ വന്നു എന്ന് പറഞ്ഞ് ഒരു ലൊക്കേഷൻ മാറിയാൽ സിനിമയുടെ പ്രസക്തി മൊത്തം ഇപ്പോഴും ഗുണയാണ്. ഗുണാപ്പാറ ആ സ്ഥലങ്ങളും കൊടൈക്കനാൽ ഇപ്പോഴും കാസ്റ്റവേ സിനിമയുടെ ഷൂട്ട് ചെയ്ത ഒരു ഒറ്റപ്പെട്ട ദ്വീപ് ഇപ്പോൾ കാസ്റ്റവേ ഐലൻഡാണെന്നും പറഞ്ഞ്
അവിടെ ലക്ഷക്കണക്കിന് ആളുകൾ ആ ഒരു സിനിമ ഷൂട്ട് ചെയ്തതേ ഉള്ളൂ. കാസ്റ്റവേ എന്ന് പറഞ്ഞൊരു ഒറ്റപ്പെട്ട ഒരു മനുഷ്യൻ്റെ കഥയാണ്. അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളുണ്ട് ഇന്നും ലോകത്ത്. ലൊക്കേഷൻ കൃത്യമായിട്ട് കാണുക. അതിനകത്ത് ഇടുന്നൊരു കോസ്റ്റ്യൂം, ഒരു ഗ്ലാസ്സിന് പോലും ഇടയ്ക്ക് രേനിയാൻ സാറിൻ്റെ വർക്കില്ലേ, അതിൽ ഉപയോഗിച്ചിരുന്ന കണ്ണാടിയുടെ കമ്പനി എത്ര പ്രശസ്തമായത്. അത് ഭയങ്കര വലിയ കമ്പനിയാണ്. ഒരു കറുത്ത ഗ്ലാസ്, അതിലൊരു മാർക്കുണ്ട്. ആ കണ്ണാടിയാണ് അതിനകത്ത് ഉപയോഗിച്ചത്. അത് തിരഞ്ഞെടുക്കുന്ന ഡയറക്ടറുടെ കഴിവാണത്. അത് ഡയറക്ടർ ആ കണ്ണാടി മതി എന്ന് പറഞ്ഞ്, ഒരു പ്രത്യേകതയുള്ള കണ്ണാടിയൊന്നുമല്ലത്. ജയിലർ സിനിമയ്ക്കകത്ത് അതൊക്കെ അതിനകത്ത് തിരഞ്ഞെടുക്കുന്ന കോസ്റ്റ്യൂം, അതിനകത്ത് ആർട്ട് പ്രോപ്പർട്ടി എന്ത് വേണം അത് കിട്ടിയേക്കുള്ളൂ. അങ്ങനെയൊക്കെയുള്ളൊരു പറ്റുള്ളൂ. ആർട്ടിസ്റ്റ് കാസ്റ്റിംഗ് ആണ് ഏറ്റവും പാടിനകത്ത്. ഏറ്റവും നമ്മൾ കാസ്റ്റ് ചെയ്യുന്ന ആർട്ടിസ്റ്റ്, അത് പുതുമുഖമായിക്കോട്ടെ പ്രശസ്തരായിക്കോട്ടെ, ആ കാസ്റ്റിംഗ് തെറ്റി നമ്മളെപ്പോഴും പ്രീ പ്രൊഡക്ഷനിൽ ചെയ്യുന്നതാണ്. ഒരു നടൻ ഉദാഹരണം ഒരു ബാറിടും, അതിൻ്റെ ഇപ്പുറത്ത് കിട്ടിയില്ലെങ്കിൽ വേറൊരു നടൻ, മൂന്നാമതൊരു ചോയ്സായിട്ട് 3 നടന്മാർ അല്ലെങ്കിൽ നടിമാരും. അങ്ങനെ ഇതിൽ മൂന്നാമത്തെ കിട്ടുകളൊക്കെ അത് വെച്ചങ്ങ് ചെയ്യും. നമ്മുടെ ഏതൊരു പടത്തിന് പൃഥ്വിരാജിനെ കാത്തിരുന്ന പോലൊന്നും കാത്തിരിക്കുകയില്ല. 2 വർഷം കാത്തിരുന്നു ഡേറ്റിന് വേണ്ടി. പക്ഷേ പകരം ആളെ വെച്ച് ചെയ്യും. അത് പക്ഷേ അവർ ആദ്യം കാസ്റ്റ് ചെയ്ത ആളായിരിക്കും കറക്റ്റ്. അത് കിട്ടിയില്ലെങ്കിൽ ആ പടത്തിന് അതിൻ്റേതായ ഡൾനെസ് ഉണ്ട്, അത് സ്വാഭാവികമായിട്ടും. അപ്പം ഇത്രയും കാര്യങ്ങളാണ് പ്രീ ഷൂട്ടിനെ കുറിച്ച് ഈ എപ്പിസോഡിൽ പറയാനുള്ളത്. ഇതിൻ്റെ തന്നെ ബാക്കി അടുത്ത എപ്പിസോഡിൽ പറയാം. നമസ്കാരം.